അതേസമയം ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിനെതിരെ പത്തനംതിട്ട മുൻ SP ഹരിശങ്കർ DGPക്ക് നൽകിയ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പൂഴ്ത്തി. DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ 9 വർഷമായി നടപടിയുണ്ടായില്ല. റിപ്പോർട്ട് നിലനിൽക്കെ മധുബാബുവിന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ഇടതുപക്ഷ പോലീസ് അസോസിയേഷനിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് നിലവിൽ മധുബാബു. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പറ്റുന്ന ഉദ്യോഗസ്ഥനല്ല എന്ന് ഈ ശുപാർശയിൽ മുൻ പത്തനംതിട്ട SP പറയുന്നുണ്ട്. തന്നെയുമല്ല, സ്ഥിരമായി കസ്റ്റഡിയിൽ ആളുകളെ അകാരണമായി മർദ്ദിക്കുന്ന സ്വഭാവം ഈ ഉദ്യോഗസ്ഥനുണ്ട് എന്ന് SP റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ രണ്ട് ശുപാർശയും ഈ കണ്ടെത്തലുമുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് വെളിച്ചം കണ്ടില്ല? 12-ാം മാസം 15-ാം തീയതി 2016 ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കുന്നത്. അതിനുശേഷം 9 വർഷം പിന്നിടുമ്പോഴും ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ ഫയലുകളിൽ ഉറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലുമുള്ള നടപടിയും മധുബാബുവിനെതിരെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല നാളിതുവരെ. ഒപ്പം തന്നെ ഇതിനു മുൻപും മധുബാബുവിനെതിരെ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉയർന്നിരുന്നു. 2006 മധുബാബു ചേർത്തലയിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തത് മുതൽ ഈ പരാതികളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. അന്ന് മുതൽ ഇത്തരത്തിൽ ഇടിയൻ പോലീസ് എന്നുള്ള തരത്തിൽ മധുബാബുവിനെതിരെ ഗുരുതരമായ പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ മധുബാബുവിനെതിരെ നടപടി ഉണ്ടായില്ല. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ ഗുരുതരമായ അന്വേഷണ റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയായിരുന്നു മധുബാബുവിന്റെ വീഴ്ചകൾ പറഞ്ഞിരുന്നത്. മധുബാബു ഈ കേസ് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം, ഒപ്പം തന്നെ ഗുരുതരമായി ഇവരെ മർദ്ദിച്ച സാഹചര്യം, ഇവർക്ക് മർദ്ദനത്തിലേറ്റ പരിക്കുകൾ, ഒപ്പം തന്നെ ചികിത്സ തേടിയതിന്റെ വിവരങ്ങൾ, ഒപ്പം ക്രമസമാധാന ചുമതലയിൽ ഈ ഉദ്യോഗസ്ഥനെ വിനിയോഗിക്കാൻ കഴിയില്ല എന്ന കണ്ടെത്തലും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് 9 വർഷമാണ് പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചത്. ഈ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെ മധുബാബുവിന്റെ സീനിയോറിറ്റി പരിഗണിച്ച് മധുബാബുവിന് സ്ഥാനക്കയറ്റങ്ങളും കൃത്യമായി നൽകിയിരുന്നു. DYSP റാങ്കിലേക്ക് മധുബാബു എത്തുകയും ചെയ്തു. എന്നാൽ 9 വർഷക്കാലം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മധുബാബുവിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. ഒപ്പം ഇടതു സംഘടനകളിൽ നിലനിന്നുകൊണ്ട് പോലീസ് സംഘടനയിൽ മധുബാബു കൃത്യമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഒടുവിൽ KPSO എന്ന കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മധുബാബു നിലവിൽ സ്ഥാനം കൈകാര്യം ചെയ്യുകയാണ്. ഈ സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടാണ് 2 ആഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മധുബാബു സന്ദർശിക്കുകയും പോലീസിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക വിവരങ്ങൾ അടങ്ങിക്കുന്ന ഒരു നിവേദനം നൽകുകയും ചെയ്തത്. ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് നിരന്തരമായി സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചത്? ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ അന്വേഷണങ്ങളും നടന്നപ്പോഴും ഒരു നടപടിയും ഇല്ലാതിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം.